നായകൾക്കുള്ള പരിഗണന പോലും ആ വീട്ടിൽ ഞങ്ങൾക്കില്ല. വിങ്ങി ലൗലി ബാബു. അമ്മയെ ശുശ്രൂഷിക്കാൻ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഗാന്ധിഭവനിലെത്തിയ നടി ലൗലി ബാബു ഈ അടുത്താണ് വാർത്തകളിൽ നിറഞ്ഞത്. മക്കളും ഭർത്താവും ആവശ്യപ്പെട്ടിട്ടും അമ്മയെ ഉപേക്ഷിക്കാതെ ശുശ്രൂഷിക്കാനായി ലൗലി പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയം തേടിയെന്ന് നടൻ കൊല്ലം തുളസിയും വെളിപ്പെടുത്തി. എന്നാൽ അമ്മയെ ഉപദ്രവിക്കുന്ന ലൗലി ബാബുവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. അമ്മയെ ശകാരിക്കുകയും അസഭ്യവർഷം ചൊരിയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത്. അമ്മയെ എടിയെന്നും നീയെന്നും അതീവ രോഷത്തോടെ വിളിച്ച് ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ലൗലിയെ വീഡിയോയിൽ കാണാം. വീഡിയോ വൈറലായതോടെ ലൗലി ബാബു തന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. തന്റെ വീട്ടിലെ 14 നായികൾക്കുള്ള പരിഗണന പോലും തനിക്കും അമ്മയ്ക്കും വീട്ടിൽ ഇല്ലായിരുന്നുവെന്ന് നടി ലൗലി പറയുന്നു. പത്തനാപുരം ഗാന്ധിഭവന്റെ വൈസ് ചെയർമാൻ അമൽ പങ്കുവച്ച വീഡിയോയിലാണ് ലൗലി ബാബു തന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നപ്പോൾ മനോനില തെറ്റി ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയെപ്പോലും തനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ലൗലി ബാബു വീഡിയോയിൽ പറയുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ലൗലി അമ്മയെയും കൊണ്ട് ഗാന്ധിഭവനിൽ അഭയം തേടുന്നത്. എൻ്റെ വീട്ടിൽ 14 പട്ടിയുണ്ട് സാറേ. ഈ 14 പട്ടികൾക്കുള്ള പരിഗണന പോലും എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു. ഞാനൊരു വേലക്കാരി മാത്രമായിരുന്നു. വീട്ടു ചിലവ്, എൻ്റെ ചിലവ്, ഇതിനിടയ്ക്ക് ക്യാൻസർ വന്നപ്പോഴുള്ള ചികിത്സ, മക്കളുടെ പഠിത്തം. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും പണമാണ് എൻ്റെ ദൈവമെന്ന്. പണമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന്. പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവം. ബന്ധങ്ങളില്ല. ഒരു ദിവസം ഞാൻ 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ ഛർദ്ദിച്ചു കിടന്ന ആ ഛർദിൽ അവിടെ കിടപ്പുണ്ട് 10 ദിവസം. പിന്നെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ഡയപ്പർ മാറാതെ നാറ്റം വെച്ച് എൻ്റെ അമ്മ കട്ടിലിൽ കുത്തിയിരിക്കുന്നു, ലൗലി പറയുന്നു. അമ്മയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നപ്പോൾ മനോനില തെറ്റി ജീവനതുല്യം സ്നേഹിക്കുന്ന അമ്മയെപ്പോലും തനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ടോർച്ചറിങ്ങും ഹറാസ്മെന്റും ഭയങ്കരമാണ്. ഞാൻ മരിക്കണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മ കിടന്നാൽ ഇതിനേക്കാളും ഭയങ്കര മോശമായിരിക്കുമെന്ന്. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങ് തീർന്നേക്കാമെന്ന് കരുതി. പിറ്റേ ദിവസം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞത്, ചേച്ചി ഇതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഉപദ്രവിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനഃപൂർവ്വമല്ലല്ലോ, ചേച്ചിയുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഒന്നുകിൽ ചേച്ചി എങ്ങോട്ടെങ്കിലും മാറണം അമ്മയും കൊണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. സത്യത്തിൽ ഗാന്ധിഭവനിലായിരുന്നെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുളത്തിലോ ഞങ്ങൾ ചാടി മരിച്ചേനെ. മക്കൾ ഇന്നും എന്നും എനിക്ക് ജീവൻ തന്നെയാണെന്നും ലൗലി പറയുന്നു.